നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഓഫ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ കളി പൂർണ്ണമായിട്ടും വരുതിയിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും കളി തീരുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഇന്ത്യ ഇന്ന് രണ്ടാം സെഷനിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. 564-8 എന്ന രൂപത്തിലാണ് നമ്മുടെ ടീം ഡിക്ലെയർ ചെയ്തത്. ഇന്നത്തെ സ്റ്റെംസിൻ്റെ സമയത്ത് അഫ്ഗാനിസ്ഥാന് 5 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു അവരുടെ ആദ്യ ഇന്നിങ്സിൽ. 113-5 എന്ന് പറഞ്ഞാൽ സ്റ്റിൽ 451 റൺസ് അവർ ട്രെയിൽ ചെയ്യുകയാണ്. മനോജ് സുധാറിൻ്റെ ഡെബ്യൂ, അദ്ദേഹം 3 വിക്കറ്റുകൾ പിഴുതെടുത്തിരിക്കുന്നു. ഒരു ഡ്രീം ഡെബ്യൂ തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഏതായാലും അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഇനി കാര്യങ്ങൾ എളുപ്പമല്ല. കളി നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ഇന്ത്യയുടെ ഇന്നിങ്സ് 564-8 എന്ന് പറയുമ്പോൾ ഇന്നലെ യശസ്വി ജയ്സ്വാൾ 24 റൺസുമായിട്ടും KL രാഹുൽ 100 റൺസുമായിട്ടും സായ് സുദർശൻ 81 റൺസുമായിട്ടും മടങ്ങിയിരുന്നല്ലോ. ഇന്ന് ആദ്യം മടങ്ങിയത് നമ്മുടെ നായകൻ ശുഭ്മൻ ഗില്ലാണ്. അദ്ദേഹം 117 പന്തുകളിൽ നിന്ന് 126 റൺസ് അടിച്ചു. ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലാണ് നമുക്ക് സങ്കടമായത്. അദ്ദേഹം സെഞ്ചുറിയുടെ അരികിലേക്ക് വെൽ ഡിസേർവ്ഡ് സെഞ്ചുറി നഷ്ടമായി. 121 പന്തിൽ നിന്ന് 81 റൺസ് അടിച്ച് അദ്ദേഹം മടങ്ങി. ധ്രുവ് ജുറൽ 19. മനോജ് സുധാർ അരങ്ങേറ്റത്തിൽ 28 റൺസ് നല്ല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ പന്തുകൊണ്ടും മികവ് കാണിച്ചു. വാഷിംഗ്ടൺ സുന്ദർ 68 പന്തിൽ നിന്ന് 52 റൺസ് അടിച്ച് പുറത്താകുന്നപ്പോൾ സിറാജ് 22 റൺസ് അടിച്ചു. കുൽദീപ് 9 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ നമ്മുടെ ടീം 564-8 എന്ന രൂപത്തിൽ ഡിക്ലെയർ ചെയ്തു. അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്ത് മുഹമ്മദ് സലീമിൻ്റെ കാര്യം എടുത്തു പറയണം. സലീം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് 5 വിക്കറ്റ് നേട്ടം, 5 വിക്കറ്റിലെ 6 വിക്കറ്റ് നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും സലീമിൻ്റെ കാര്യമാണ് അവർക്കൊരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയാൻ. 27 ഓവറിൽ 140 റൺസ് അദ്ദേഹം 6 വിക്കറ്റ് എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ അഫ്ഗാന് വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നഷ്ടമായി. 28 റൺസിലെത്തി നിൽക്കുകയാണ്. മലിക്ക് പുറത്താവുന്നത് 18 പന്തിൽ നിന്ന് 16 റൺസ്. സുതാറാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. അഥൽ 17 റൺസുമായിട്ട് മടങ്ങി. പ്രസിദ്ധ കൃഷ്ണ വിക്കറ്റ് എടുത്തു. റഹ്മാനുള്ള ഗുർബാസ് 12 റൺസിന് മടങ്ങി. മനോജ് സുതാറിൻ്റെ പന്തിൽ സായ് സുദർശൻ പിടിച്ചാണ് പുറത്തായത്. ഷാഹിദി 48 പന്തിൽ 20 റൺസുമായിട്ട് മടങ്ങി. പ്രസിദ്ധ കൃഷ്ണ LBW ആവുകയായിരുന്നു. ഷാ 81 പന്തിൽ 41 റൺസുമായിട്ട് ക്രീസിലുണ്ട്. പക്ഷേ അവസാനം ജസായ് 3 റൺസുമായിട്ട് മനോജ് സുതാർ കോൾട്ട് ആൻഡ് ബൗളാക്കി മടക്കി വിട്ടു. മനോജ് സുതാർ 15.5 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റ് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി. പ്രസിദ്ധ കൃഷ്ണ 7 ഓവറിൽ 27 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി. ഏതായാലും കളി പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിലാണ്. നാളെ ആദ്യ സെഷനിൽ തന്നെ അഫ്ഗാൻ്റെ ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.